ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മിക്സ്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അവൽ വെച്ചിട്ടാണ് ഞാൻ ഈ മിക്സ്ചർ തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ 1.5 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഞാൻ 3 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് സ്ട്രോബെറിയുടെയും പിസ്തയുടെയൊക്കെ ഫ്ലേവർ ഞാൻ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിതൊന്നും ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സാധാരണ മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ ബൂന്തി തയ്യാറാക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കിയാൽ മതിയാകും. ഒരു ചീനച്ചട്ടിയിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 വറ്റൽമുളക് മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതേപോലെയുള്ള അരിപ്പയിലേക്ക് വെച്ചിട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. കടലപ്പരിപ്പും കപ്പലിൻ്റെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കടലപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് കപ്പലിൻ്റെ കൂടി ചേർത്ത് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. വറുത്ത കപ്പലിൻ്റെ ആയതുകൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. ഇതിലേക്കുള്ള ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ണാപ്പയിലൂടെ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു സ്പൂൺ കൊണ്ട് തട്ടി കൊടുക്കുമ്പോഴേക്കും ആ മാവ് നമുക്ക് ആ എണ്ണയിലോട്ട് വീഴുന്നതായി കാണാം. സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ബൂന്തി നല്ല ബോൾസ് ആയിട്ട് പൊങ്ങി വരും. ഇത് നമുക്ക് ഒന്ന് 2 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അടുത്ത ബാറ്ററും ഞാൻ ഇതേപോലെ ഒഴിച്ചിട്ട് വറുത്ത് കോരുകയാണ്. നിങ്ങൾക്ക് ബൂന്തി കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മാവ് എടുത്തിട്ട് ചെയ്താൽ മതിയാകും. ഈ മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ബാക്കിയുള്ള ബാറ്ററും ഞാൻ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുകയാണ്. അവസാനം മാത്രമേ ഞാൻ ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുകയുള്ളൂ. കാരണം അവൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എണ്ണയുടെ കളറൊക്കെ അങ്ങ് മാറും. ഇപ്പോൾ ബൂന്തി എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പാൽപമായി അവലിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അത് കോരിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നല്ലതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് തന്നെ ഇട്ടാൽ ഉടനെ തന്നെ ആ അവലങ്ങ് കോരി മാറ്റണം. ഇതുപോലെ തന്നെ എല്ലാ അവലും നമുക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കായും ഇട്ട് പൊടിച്ചത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവൽ മിക്സ്ചറിൻ്റെ കൂട്ടിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കണം. അവലായതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറിയൊരു മധുരവും അല്പം എരിവും ഉപ്പും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു മിക്സ്ചറാണ്.
നിമിഷ നേരം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.